ഹായ് വൺ വെൽക്കം ടു ക്രിയേറ്റീവ് ലേണിംഗ്. എൻ്റെ പേര് നിസൈബ്. ഞാൻ വന്നിട്ടുള്ളത് കോഡ് ക്യൂസിൻ്റെ ക്രിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന പുതിയൊരു സീരീസായിട്ടാണ്. ഈ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് IT ഫീൽഡിൽ എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്കില്ലൊക്കെ ഗ്രൈൻഡ് ചെയ്ത് നല്ല സാലറി വാങ്ങിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ജോബ് സെറ്റ് ചെയ്ത് കരിയറൊക്കെ നല്ല സ്റ്റേബിളായിട്ടൊന്ന് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നിങ്ങളിനി ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതും അടുത്തു എനിക്കിനി പുതിയ ഏതെങ്കിലും ഒന്ന് ഫീൽഡ് എക്സ്പ്ലോർ ചെയ്ത് അതിനകത്ത് ഒരു കരിയർ ബിൽഡ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന കരിയർ സ്വിച്ച് ചെയ്യാം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഉള്ളത്. അപ്പോൾ ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കോഡിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചായിരിക്കും. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക്സ് തൊട്ട്, ഒന്നും അറിയാൻ വയ്യാത്ത നിങ്ങളെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക്സ് തൊട്ട് ഒരു പ്രോ ലെവലിലോട്ട് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ട്രെൻഡിങ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന AI എന്നുള്ള കാര്യം വരാം. എന്ന് വെച്ചാൽ ഫ്രം ദ സ്ക്രാച്ച് ടു എ പ്രോ ലെവൽ ലൈക്ക് ദാറ്റ് നിങ്ങൾ കോഡിങ്ങിൻ്റെ ബേസിക്സ് തൊട്ടിട്ട് പ്രോ ലെവലിൽ ഇരിക്കുന്ന AI വരെയുള്ള കാര്യങ്ങളായിരിക്കും. ഒഫീഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നമ്മൾ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി ആയിരിക്കും ബേസിക്സ് എന്ന് പറയുന്നത്. എന്താണ് പ്രോഗ്രാമിങ്, എന്തുകൊണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കോഡിങ് ചെയ്യുന്നത്, എന്തൊക്കെ തരം എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ പാർട്ടിനകത്തോട്ട് വരുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ലോജിക്കൽ ബിൽഡിങ്സ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ പാർട്ടിലോട്ട് വരുമ്പം നമുക്ക് കുറച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കി കളിക്കാം. അപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കി കളിക്കാൻ വേണ്ടി ആദ്യമേ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡിസൈനിങ് ആയിരിക്കും. ആ വെബ്സൈറ്റ് ഡിസൈനിങ് കഴിഞ്ഞതിന് ശേഷം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെബ്സൈറ്റിനെ ഫുള്ളി ഒന്ന് ഫങ്ഷനലാക്കാൻ വേണ്ടി വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് കൂടെ നമ്മൾ പഠിക്കും. ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ പാർട്ടിലോട്ട് വരും. നാലാമത്തെ പാർട്ടിൽ നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ലോകത്ത് ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആയിരിക്കും. അവിടെ ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ ഉള്ള അതേപോലെ ഒരു വെബ്സൈറ്റ് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിന്ന് ആക്സസ് ചെയ്ത് ഒരു ഓർഡർ വാങ്ങിക്കാം, ചെയ്ത ഓർഡർ റിട്ടേൺ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. ഇത്രയും പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു 3/4% നമ്മൾ തീരും. പിന്നെ വരുന്നത് അഞ്ചാമത്തെ പാർട്ടായിട്ടുള്ള AI ആയിരിക്കും. ഈ AI കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ബിക്കോസ് അതേമേ AI എന്താണെന്ന് പഠിക്കണം, എന്തുകൊണ്ടാണ് AI യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കണം. അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെബ്സൈറ്റിനകത്തോട്ട് ആദ്യമേ AI ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, ഇത് ഇത്രയും പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് AIക്കകത്തോട്ട് ഡീപ്പായിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ഡേറ്റ സയൻസിനകത്തോട്ട് നമ്മൾ നമ്മുടെ കരിയർ പതുക്കെ ഒന്ന് സ്വിച്ച് ചെയ്യേണ്ടി വരും AI കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് തുടങ്ങി പതുക്കെ ഡേറ്റ സയൻസ് പോലുള്ളതിനകത്തോട്ട് സ്വിച്ച് ചെയ്ത് എന്താണ് AI ഡീപ്പായിട്ട് പഠിച്ച് AI എങ്ങനെ ഉണ്ടാക്കാം, എന്താണ് മോഡൽസ്, അല്ലെങ്കിൽ ഡേറ്റാസിനെ വെച്ചിട്ട് എങ്ങനെ ഒരു AI മോഡൽ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നോക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും നിങ്ങളൊരു പ്രോ ആവും. പിന്നെന്താ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അഡ്വാൻസ്ഡ് വെർഷൻസും കാണും. അപ്പം അഡ്വാൻസ്ഡ് വേർഷൻസ് നമുക്ക് വേറൊരു പ്ലേലിസ്റ്റിനകത്ത് നോക്കാം. അപ്പോൾ ഒഫീഷ്യലി പറയുകയാണെങ്കിൽ ഇത്രയാണ് നമ്മുടെ പ്ലേലിസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളും. ഇനി നമുക്ക് കുറച്ച് അൺഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ലൈക്ക് എന്തുകൊണ്ട് ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചൂസ് ചെയ്യണം? എനിക്ക് നോക്കുവാണെങ്കിൽ വേറെ കരിയർ ഓപ്ഷൻസൊക്കെ ഇല്ലേ. ഞാൻ കരിയർ സ്വിച്ച് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വേറെ ഓപ്ഷൻസൊക്കെ ഇല്ല എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാകും. അതിന് എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ പല രീതിയിലുള്ള ജോബ് വേണം. ഏത് ജോബ് ചെയ്യണമെങ്കിലും അതിനെന്തായാലും ഒരു സ്കില്ല് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പടം വരയ്ക്കണമെങ്കിൽ അതിനൊരു സ്കില്ല് വേണം. ഒരു സിംഗറാണെങ്കിൽ, പാട്ടുകാരനാണെങ്കിൽ നമുക്ക് പാട്ട് പാടുന്ന കഴിവ് എന്തായാലും വേണം. അതേപോലെ ഏതൊരു ജോബ് എടുക്കുകയാണെങ്കിലും അതിന് ആവശ്യമായിട്ടുള്ളൊരു സ്കില്ല് വേണം. ഈ സ്കില്ലിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഹൈ ഇൻകം സ്കില്ലും, രണ്ട് ലോ ഇൻകം സ്കില്ലും. ലോ ഇൻകം സ്കില്ലിനെ കുറിച്ച് പറയാം. ലോ ഇൻകം സ്കില്ലിനകത്ത് നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ടെങ്കിലും അത് ഒരു ലെവൽ വരെ നമുക്ക് പേ ചെയ്തോളൂ. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു ലെവൽ വരെ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് നമുക്ക് പിന്നെ കിട്ടാൻ ചാൻസ് ഇല്ല. ലൈക്ക് ഇപ്പം നമ്മൾ ടൈൽസ് ഒട്ടിക്കുന്ന പരിപാടിക്കുവാണെങ്കിലും, നമ്മൾ മേസ്തരിയൊക്കെ ആയിട്ട് കൺസ്ട്രക്ഷൻ വർക്കിനകത്ത് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് സ്കില്ല് കാണും. നല്ല രീതിയിൽ വീട് പണിയാനൊക്കെ അറിയായിരിക്കും. നമ്മുടെ എഞ്ചിനീയർ പറയുന്നതനുസരിച്ച് ആ ഡിസൈനിൽ തന്നെ നമുക്ക് വീട് പണിയാനൊക്കെ അറിയായിരിക്കും. ബട്ട് നമുക്ക് ഡെയിലി കിട്ടുന്ന വേജ് അല്ലെങ്കിൽ ഒരു മന്ത്ലി വേജ് എന്ന് പറഞ്ഞാൽ എത്ര കഴിവുണ്ടെങ്കിലും ആ ഒരു ലെവൽ വരെ നിൽക്കത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് പിന്നെ പോകാൻ ചാൻസ് ഇല്ല. പക്ഷെ അതേസമയം ഹൈ ഇൻകം സ്കില്ലെന്ന് പറയുന്നത് എങ്ങനെയല്ല.
നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് കൂടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടുന്നതനുസരിച്ച് നമുക്കത് വീണ്ടും വീണ്ടും കൂടുതൽ പേ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സാലറി, വീണ്ടും ഹൈ സാലറി നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പം നമ്മളൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് കയറുകയാണെങ്കിൽ ഒന്നാമത്തെ വർഷം കിട്ടുന്ന സാലറി അല്ലായിരിക്കും നമുക്ക് അടുത്ത വർഷം കിട്ടുന്നത്. നമ്മുടെ ലെവൽ കൂടുന്നതനുസരിച്ച് നമ്മൾ ജൂനിയർ ഡെവലപ്പറായിട്ട് കയറി മിഡ് സീനിയർ ലെവലിലോട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് സീനിയർ ഡെവലപ്പറായിട്ട് പിന്നെ പല പോസ്റ്റുകൾ, പ്രൊജക്ട് മാനേജർ അങ്ങനെ പല പോസ്റ്റിലോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ സാലറി എന്ത് ചെയ്യും കൂടി വരും. ഓക്കെ, ഇനി നമ്മുടെ കറൻ്റ്ലി മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഹൈ ഇൻകം സ്കിൽസ് എന്ന് പറയുന്നത് ഒന്ന് മാർക്കറ്റിംഗ്. അറിയാമല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറെക്കുറെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യമാണ്. ബട്ട് അതിനും പ്രോസും കോൺസും ഉണ്ട്. കുറച്ച് ഡിഫിക്കൽറ്റിയാണ് പഠിച്ചെടുക്കാൻ വേണ്ടി. ആൻഡ് അതേപോലെ തന്നെ പല പല ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരിക്കും. നമുക്ക് തൽക്കാലം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒന്ന് മാർക്കറ്റിംഗ്, രണ്ട് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, പിന്നെന്താ ട്രേഡിങ്ങൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്താ നമ്മൾ ഇറക്കുന്ന പൈസ നമ്മൾ അത്ര റിസ്ക് എടുക്കാൻ റെഡിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റും നമുക്ക് കിട്ടും. ബട്ട് അവിടെ റിസ്ക് എടുക്കണം, അവിടെ കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്. ആ രീതിയിൽ പല പല ഡിഫിക്കൽറ്റീസും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഏറെക്കുറെ ഉണ്ട്. നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാം. എന്തുകൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളൊന്ന് പുറകിലോട്ട് പോകുന്നത്. കുറച്ചെന്ന് പറയുന്നത് നമ്മുടെ മിഡീവൽ കാലഘട്ടത്തിലോട്ട് നമ്മളൊന്ന് പോകുന്നത്. അന്നത്തെ ആൾക്കാരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് എന്തായിരുന്നു? കൃഷിയായിരുന്നു. അവനവന് വേണ്ട ഭക്ഷണം അവനവൻ തന്നെ രാവിലെ കൃഷിയിടങ്ങളിലേക്ക് പോയി പണിയെടുത്ത് അന്നത്തേക്കുള്ള അന്നം അവരെന്നെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് തട്ടിമുട്ടി അങ്ങനെ ജീവിച്ചു വന്ന കാലം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഒരു എൻജിനീയറിങ് റവല്യൂഷനായിരുന്നു. ഈ എൻജിനീയറിങ് റവല്യൂഷൻ്റെ ഇത് കാരണം നമ്മുടെ സ്റ്റീം എൻജിൻസ് വന്നു. അതേപോലെ തന്നെ മെഷീനറീസും ഓട്ടോമൊബൈൽസും വരാൻ തുടങ്ങി. അപ്പോൾ ഈ മെഷീനറീസും ഓട്ടോമൊബൈൽസും വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പലരും അവരുടെ കരിയർ കൃഷിയിടങ്ങളിൽ നിന്ന് ഫാക്ടറീസിലോട്ടും വണ്ടി അല്ലെങ്കിൽ മെഷീൻസ് കൈകാര്യം ചെയ്യുന്നതിലോട്ടും മാറി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ മെഷീൻസ് ഉപയോഗിക്കാൻ ആൾക്കാരെ പഠിപ്പിക്കണം. ആ രീതിയിൽ വന്നപ്പോഴത്തേക്ക് അവിടെ വന്ന സാധനമാണ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ളവർ പല കാറ്റഗറി ആയിട്ട് തിരിഞ്ഞു കഴിഞ്ഞ് ഇപ്പം കുറച്ച് എഡ്യൂക്കേഷൻ ഉള്ളവരെ മെഷീൻസ് യൂസ് ചെയ്യുന്നതിലും അവനെക്കാട്ടി എഡ്യൂക്കേഷൻ ഉള്ളവരെന്താ ഇവരെ മാനേജ് ചെയ്യുന്ന മാനേജേഴ്സ് എന്ന പോസ്റ്റിലോട്ടും അതിനെക്കാട്ടി എഡ്യൂക്കേഷൻ ഉള്ളവരെന്താ ഈ മാനേജറിനെ മാനേജ് ചെയ്യുന്ന ആളെന്നുള്ളൊരു പോസ്റ്റിലോട്ടും അങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിയാൻ തുടങ്ങി. അന്നേ വരെ ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിൽ മനുഷ്യനെ തരംതിരിച്ചവർ ജോലിയുടെ അടിസ്ഥാനത്തിൽ ഒരു സൊസൈറ്റിക്കകത്തൊരു തരംതിരിക്കൽ അവിടെയും വന്നു. അതങ്ങനെ അവിടെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും എല്ലാവരും ഒരേപോലെ പോകത്തില്ല. അതൊക്കെ വേറെ ടോപ്പിക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറയുന്നത്. ഓക്കെ, കൃഷിയിൽ നിന്ന് മാറി ആൾക്കാരെങ്ങോട്ട് വന്നു? ഈ ഫാക്ടറീസിലെ ജോബിലോട്ടും ആര്യത്തിലും വന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നൊരു കണ്ടുപിടുത്തമായിരുന്നു ഈ IT സെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ലോകം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചിട്ട് ഗൂഗിൾ പേ വഴി അല്ല സ്കാനർ യൂസ് സ്കാൻ ചെയ്ത് നമ്മളെന്താ പൈസ കൊടുക്കുന്നു. അതിൻ്റെ പുറകിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ സ്കാൻ ചെയ്യുന്ന സാധനം നമ്മുടെ ഫോണിനകത്ത് റീഡായിട്ട് നമ്മൾ അയക്കുന്ന പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കടക്കാരൻ്റെ അക്കൗണ്ടിലോട്ട് പോകണം. അത് സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ഏറ്റവും ചെറിയ എക്സാമ്പിളായിട്ട് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അഡ്വാൻസ്ഡ് ലെവലിലോട്ട് ഇന്ന് മോഡേൺ ഇറയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോബോട്ടിക് സർജറി വരെ, മെഡിക്കൽ ഫീൽഡിൽ റോബോട്ടിക് സർജറി വരെ നടക്കുന്നത് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ. അതായത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഫ്രം A to Z കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം ആവശ്യം വരുന്നുണ്ട്, പല കാര്യങ്ങളും. അപ്പം പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അത്രയും വൈഡാണ്. നമ്മുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളിനകത്ത് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് കാരണം ഉണ്ടായിട്ടുള്ളത്. സോഫ്റ്റ്വെയർസിനുള്ളത്. ഓക്കെ, നമ്മുടെ ഡെയിലി നടക്കുന്ന പല കാര്യങ്ങളിനകത്തും സോഫ്റ്റ്വെയറിന് ഭയങ്കര വലിയ സാധ്യതയുണ്ട്. സോ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അത്രയായിരിക്കും. അതേപോലെ ഇതൊരു വാസ്റ്റ് ഫീൽഡാണ്, ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസും പറഞ്ഞു, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കുറച്ച് നമ്മൾ ഹൈ ഇൻകം സ്കില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി എന്തുകൊണ്ട് ലോജിക്കൽ ബിൽഡിങ് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലുള്ള കാര്യങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ
മനുഷ്യനിങ്ങനെ എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ മനുഷ്യന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇനി വരാൻ പോകുന്നത് ഇറ്റ്സ് ലൈക്ക് ബുദ്ധിയുള്ളവരൊന്നും ബുദ്ധി ഇല്ലാത്തവരെന്നും പറഞ്ഞ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. നമുക്കറിയാം നമ്മൾ എത്രത്തോളം സോഷ്യൽ മീഡിയയ്ക്കകത്ത് അഡിക്റ്റാണ്. ഏതെങ്കിലും ഒരു റീൽ കണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഫോൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അറിയാതെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിരുന്ന റീൽസും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഷോർട്സും കണ്ടുകൊണ്ടിരുന്ന നമ്മൾ എത്രത്തോളം ടൈം കളയുന്നത്. അപ്പം ഇങ്ങനെ റീൽസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയ്ക്കകത്ത് അധികമായിട്ട് ഇത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബുദ്ധീനെ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി പതിയെ കുറഞ്ഞു വരിക, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര വലുതായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമ്മൾ മിക്ക കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ മാൻ ലേബർ കുറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആ രീതിയിലെല്ലാം വന്നപ്പോഴത്തേക്ക് ഇനി വരാൻ പോകുന്ന ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവരൊന്നും ബുദ്ധി ഇല്ലാത്തവരെന്നും പറഞ്ഞ് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ഇരിക്കാം. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ നമുക്കെന്താ ടെക്നോളജീസ് അല്ലെ നമ്മുടെ മൊബൈലും കമ്പ്യൂട്ടറും പോലെയുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യാൻ അറിയാവുന്നവരും അറിയാത്തവരും നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് നോക്കിയല്ലോ. ഇറ്റ്സ് ലൈക്ക് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിതെല്ലാം അറിയായിരിക്കും. ബട്ട് കുറച്ച് പഴയ ആൾക്കാർക്ക് ഈ ടെക്നോളജീസ് അതൊന്നും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അപ്പാപ്പനും അമ്മമ്മയായാലും അവരൊന്ന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എല്ലാവരും കാര്യമല്ല, എന്നാലും ഉണ്ടായിരിക്കും അതിനകത്ത് ആൾക്കാരെന്താ ഈ ടെക്നോളജീസ് നല്ലപോലെ ഉപയോഗിക്കാൻ അറിയാൻ. ഇവരെ സ്കാമേഴ്സ് ഉണ്ടല്ലോ, ഈ സ്കാമേഴ്സിന് ഇവരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പല കാര്യങ്ങൾ വിളിച്ച് ഇവർക്ക് എന്തായാലും ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയാൻ ഇവർ അസിസ്റ്റ് ചെയ്യുന്നുള്ള വ്യാജേന സ്കാമേഴ്സ് പല ആൾക്കാരും പറ്റിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് എവല്യൂഷൻ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് ബുദ്ധി ഉള്ളവരെന്നും ബുദ്ധി ഇല്ലാത്തവരെന്നും പറഞ്ഞ് 2 കാറ്റഗറി ആയിട്ട് മിക്കാനും വരും. ഓക്കെ, അപ്പോൾ ഈ ബുദ്ധി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂമിയിൽ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. ലൈക്ക് ഇപ്പം AI ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓരോ കാര്യങ്ങളിനകത്തും AI വന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ റോബോട്ടിക്സ് അല്ലെങ്കിൽ റോബോട്ട്സ് ഒന്നുമില്ല. അപ്പം ഈ ഫാക്ടറി ജോലി ചെയ്തുകൊണ്ടിരുന്ന മിക്കവരുടെയും ജോലി അവിടെ വെച്ച് തീർന്നു പോയി, അല്ലെങ്കിൽ അവർക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടി വേറെ എന്തോ ചെയ്യേണ്ടി വന്നു, വേറെ എന്തെങ്കിലും കാരിയർ സ്വിച്ച് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അവിടെ റോബോട്ട് വന്നു. AIയുടെ സഹായത്തോടെ മാനുവൽ ലേബറിനെ കുറേ കൂടെ ഓട്ടോമേറ്റഡ് ചെയ്തിട്ട് കമ്പനീസിന് ലാഭമുള്ള രീതിയിലോട്ടുള്ളൂ. അപ്പം അവരുടെ ജോലി അവിടെ പോയി, അവരുടെ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് വന്നു. അതേപോലെ ആയിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ. അപ്പം അവിടെ ഈ ബുദ്ധി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബ്രെയിൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണെങ്കിൽ ഭൂമിയിൽ അസിസ്റ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം ഈ നമ്മുടെ ബുദ്ധീനെ നമുക്കെന്താ ഒന്ന് റിവോക്ക് ചെയ്ത് നമ്മുടെ ബ്രെയിൻ മാപ്പിംഗ് ഒക്കെ നല്ല പക്കയായിട്ട് നടത്തി നമുക്ക് ഏത് സാധനമാണോ ചെയ്യേണ്ടത് അതിന് നമുക്ക് ഒരു സൊല്യൂഷൻസ് കണ്ടെടുത്തി, ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ ആ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെടുത്തി നമ്മുടെ ബ്രെയിൻ മാപ്പിംഗ് ഒക്കെ പക്കയായിട്ട് പോകാൻ വേണ്ടി നമുക്ക് ലോജിക്കൽ ബിൽഡിങ് ഭയങ്കര ആവശ്യമായിട്ട് വരും. ലോജിക്കൽ ബിൽഡിങ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവങ്ങളല്ല. ഏതെങ്കിലും ഒരു പ്രോബ്ലം അതിനെന്തായാലും ഒരു സൊല്യൂഷൻ കാണും. ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ മാത്രമല്ലായിരിക്കും, പല രീതിയിലുള്ള സൊല്യൂഷൻ കാണും. അപ്പം ഏത് സൊല്യൂഷനാണ് ബെറ്റർ, ഏത് സൊല്യൂഷൻ എടുത്താൽ എന്തൊക്കെ പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് പോലെ നമുക്കെല്ലാവർക്കും റിസ്ക് എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും. ബട്ട് അവിടെ അത് കാൽക്കുലേറ്റഡ് റിസ്ക് അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആകത്തില്ല. അപ്പോൾ ഈ ലോജിക്കൽ ബിൽഡിംഗ് ഒക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ടൈപ്പ് റിസ്ക് എടുക്കാം, ആ റിസ്കിനകത്ത് വരുന്ന കുഴപ്പങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കറക്റ്റ് മാനേജ് ചെയ്ത് പോകാമെന്നുള്ളത് അവർക്കറിയായിരിക്കും. നാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഈ സോഷ്യൽ മീഡിയാസ് മാത്രം യൂസ് ചെയ്യാൻ അറിയാവുന്നവർ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാത്രം ഡെവലപ്പ് ചെയ്ത് പോകാൻ അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. ബിക്കോസ് ബിസിനസ്സിനകത്ത് പല ടൈപ്പ് പ്രോബ്ലംസ് വരായിരിക്കും. അതെല്ലാം ഒരു റിസ്ക്കാണ്. ആ റിസ്കിനെ കാൽക്കുലേറ്റഡ് റിസ്ക് ആക്കി മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. ലൈക്ക് വൈസ് നമുക്ക് ഇനി ഭൂമിയിൽ അസിസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോജിക്കുള്ള അത്യാവശ്യം നല്ലൊരു വർക്കിംഗ് ആയിട്ടുള്ള ബ്രെയിൻ വേണം. അല്ലാണ്ട് എന്തൊരു സാധനം കിട്ടിയാലും അത് എനിക്കാണെങ്കിൽ AI ഉണ്ട് അല്ല ChatGPT ഉണ്ട്, ഞാൻ അതിൻ്റെ അടുത്ത് ചോദിച്ച് മാത്രമേ ഞാൻ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അസിസ്റ്റൻസ് കുറേ കഴിയുമ്പോൾ ചോദ്യചിഹ്നമായിട്ട് വരും. അല്ലെങ്കിൽ നാളെ ഒരു കമ്പനി ഹയർ ചെയ്യാൻ പോവുകയാണ്,
അവർ മിക്കവരും നോക്കുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്ന മിക്ക കമ്പനീസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമുക്ക് പാസ്സാവണമെങ്കിൽ നമ്മുടെ ലോജിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ അത്രയും വർക്കൗട്ട് ആയാൽ മാത്രമേ നമുക്ക് ഈ ഫസ്റ്റ് റൗണ്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സ്കില്ലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആയിരിക്കും. മിക്ക കമ്പനീസിന് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ടെക്നിക്കൽ റൗണ്ടോ അല്ല HR റൗണ്ടോ ആയുള്ള കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ. സോ നമുക്കൊരു ഇനി തൊട്ടൊരു ജോബിനായാലും പോലും നമുക്ക് അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ, ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൂടെ നമ്മൾ ഈ പ്ലേലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്ലേലിസ്റ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഇത്രേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ തന്നെ ആയിരിക്കും ബേസിക്സ് എടുക്കുന്നത്. ഗാൽഡിൻ എന്ന് പറയുന്ന വേറൊരു പുള്ളിയായിരിക്കും നമ്മുടെ ലോജിക്സ് എല്ലാം എടുക്കുന്നത്. സോ അടുത്ത വീഡിയോയിൽ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.